ഹായ്, നമ്മുടെ അവാർഡ് ഫംഗ്ഷൻ അതിന്റെ മികച്ച രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഇന്ന് എന്റെ കൂടെയുള്ള ഗസ്റ്റ് നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് അവാർഡ് വാങ്ങാൻ വേണ്ടി വന്ന ഡോക്ടർ ഹരിശങ്കർ ആണ്. ഹരിശങ്കർ കഴിഞ്ഞ വർഷം നമ്മുടെ കോട്ടയം ഹൈബ്രിഡ് ക്യാമ്പസിലെ വിദ്യാർത്ഥിയായിരുന്നു. സോ നമുക്ക് ഹരിശങ്കറിനോട് കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ഈ പ്രാവശ്യം നീറ്റ് എഴുതാൻ പോകുന്ന നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവർക്ക് അറിയാൻ ആഗ്രഹിക്കുന്ന ചില ചോദ്യങ്ങൾ ഞാൻ ചോദിക്കുകയാണ്. സോ ആദ്യമായിട്ട് ഇപ്പം വരുന്ന നമ്മുടെ കോട്ടയം ക്യാമ്പസ് അല്ലെ, ഒരുപാട് കുട്ടികളുടെ ഡ്രീം കോളേജാണ് കോട്ടയം മെഡിക്കൽ കോളേജ്. എന്താണ് പുതിയ ക്യാമ്പസിലെ വിശേഷങ്ങൾ? പണ്ട് തൊട്ട് എന്റെ ഒരു ഡ്രീം ആയിരുന്നു കോട്ടയം മെഡിക്കൽ കോളേജിൽ ചേരണം എന്നുള്ളത്. ഇപ്പോ ഞാൻ സൈലം കോട്ടയത്താണ് പഠിച്ചത്. അന്ന് ആ ടൈമില് ഞങ്ങളെ കോട്ടയത്തുള്ള എല്ലാ സ്റ്റുഡൻസിനെയും കോട്ടയം മെഡിക്കൽ കോളേജിൽ നടത്തിയ മെഡിക്കൽ എക്സിബിഷൻ അത് കാണാൻ വേണ്ടി. അപ്പോ അതിന് പോയപ്പോ തന്നെ എന്റെ ഉള്ളില് കോളേജ് കയറി പറ്റണം, ആംബിയൻസും വൈബും കണ്ടപ്പോ എങ്ങനെയെങ്കിലും ഇവിടെ പഠിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ കുറെ സ്റ്റുഡൻസും അവരെല്ലാം കണ്ടപ്പോഴും ഒരു മോട്ടിവേഷൻ കിട്ടിയായിരുന്നു. പിന്നെ എന്റെ വീടിനോട് ഏറ്റവും അടുത്തുള്ള കോളേജസ് ഒന്നാണ് കോട്ടയം. അങ്ങനെ കോട്ടയത്ത് തന്നെ ചേരുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ ചെന്നപ്പോ നല്ല ഫ്രണ്ട്സിനെ കിട്ടി. പിന്നെ ടോപ്പ് ലെവൽ പ്രൊഫസേഴ്സ്. അപ്പോ നമ്മുടെ ഇപ്പൊ ഈ ഒരു നീറ്റ് ജേണി ഇപ്പൊ ഒന്ന് അതിന്റെ ഏറ്റവും ധന്യമായ ഒരു മുഹൂർത്തത്തിലെത്തി. ഇപ്പൊ മെഡിക്കൽ അവാർഡൊക്കെ വാങ്ങി ഇവിടെ നിൽക്കാം. ഇപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഒരുപാട് കുട്ടികൾ ഇപ്പൊ ഇവിടെ സ്റ്റേജിൽ കണ്ടിട്ട് ഒരുപാട് കുട്ടികൾ അതേ സ്വപ്നവുമായിട്ട് ഇപ്പൊ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പൊ അവർക്ക് പറഞ്ഞു കൊടുക്കണ്ടേ എങ്ങനെയായിരുന്നു ഇതിന്റെ ഒരു പ്രിപ്പറേഷൻ പ്ലാൻ, ഒരു ഡെയിലി റൂട്ടീൻ ഒന്ന് ചുരുക്കിയിട്ട് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാൻ പറ്റും? ഞാൻ മെയിൻ ആയിട്ടും ആദ്യം ഇവരുടെ ഹൈബ്രിഡ് പ്ലാൻ അനുസരിച്ച് തന്നെ എല്ലാ ദിവസത്തെയും ക്ലാസ് അന്ന് തന്നെ വീഡിയോ ക്ലാസ്സുകൾ കാണും. പിന്നെ മാക്സിമം DPP ഉള്ള ക്വസ്റ്റ്യൻസ് എല്ലാം വർക്ക്ഔട്ട് ചെയ്യും. പിന്നെ എക്സ്ട്രാ അവരുടെ ലൈബ്രറിയിൽ നിന്ന് എടുക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് DC പാണ്ഡെ പോലത്തെ ബുക്കുകളൊക്കെ പ്രാക്ടീസ് ചെയ്യും. സോ എന്നിട്ട് നെക്സ്റ്റ് ഡേ ക്യാമ്പസിൽ പോയിട്ട് ഡെയിലി എക്സാം എഴുതും. എന്നിട്ട് അത് സാർമാര് വന്ന് ആൻസർ ചെയ്ത് തരും. പിന്നെ അവിടുത്തെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ചെയ്യിപ്പിക്കും. ഞാൻ ഫിനിക്സ് ബാച്ചിലായിരുന്നു. ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. സോ അതുകൊണ്ട് തന്നെ എനിക്ക് നീറ്റ് എഴുതാൻ പോയപ്പോ പുതിയതായിട്ട് ഒരു സാധാ ക്യാമ്പസിലെ മോക്ക് എക്സാം പോലത്തെ ഒരു എക്സാം പോലെ ഫീൽ ചെയ്തിട്ടുണ്ടാവും അല്ലെ? പിന്നീട് നമ്മളിപ്പോ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഇപ്പൊ ഏത് ടീച്ചർ ക്ലാസ്സിൽ വന്നാലും റിപ്പീറ്റ് ചെയ്ത് പറയുന്ന ഒരു കാര്യമുണ്ട്, റിവിഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. എന്തായിരുന്നു ഹരിശങ്കറിന്റെ റിവിഷൻ പ്ലാൻ? സൈലം മോക്ക് എക്സാമുകളും കാര്യങ്ങളൊക്കെ എങ്ങനെ എഫക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയോ? മെയിനായിട്ടും റിവൈസ് ചെയ്തുകൊണ്ടിരുന്ന GAP അനുസരിച്ചായിരുന്നു. ഫസ്റ്റ് കുറച്ച് ടോപ്പിക്സ് നടത്തുക, എന്നിട്ട് പിന്നെ അടുത്ത എക്സാം നടത്തുമ്പോൾ ആദ്യത്തെ ടോപ്പിക് ഇൻക്ലൂഡ് ചെയ്ത് അതുവരെയുള്ള എല്ലാം നടത്തും. അങ്ങനെ ചെയ്യുമ്പോൾ അവസാനം എത്തിയപ്പോഴത്തേക്ക് ആ എല്ലാ ചാപ്റ്ററും കുറെ തവണ റിവൈസ് ചെയ്ത് മൈൻഡിൽ ഇങ്ങനെ മനസ്സിലായി. ഓക്കെ, റിവിഷന്റെ സമയത്ത് നമ്മുടെ മൈൻഡ് മാപ്പും കാര്യങ്ങളൊക്കെ നല്ല യൂസ്ഫുൾ ആയി. അതെ, മൈൻഡ് മാപ്പ് ഞാൻ ഒത്തിരി യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്ന കുറച്ച് പോയിന്റ്സ് ഷോർട്ട് നോട്ട് പോലെ ചെയ്തു അതിൽ തന്നെ ആഡ് ചെയ്യും. പിന്നെ മെയിൻ ആയിട്ടും ഹെൽപ്പ് ചെയ്തതെന്ന് പറഞ്ഞാൽ LMRT പ്രോഗ്രാം, ലാസ്റ്റ് മിനിറ്റ് റിവിഷൻ പ്രോഗ്രാം സൈലത്തിന്റെ യൂണിക് പ്രോഗ്രാം ആണ്. അപ്പൊ അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്യും എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും. പിന്നെ ടാബിൽ തന്നെ ലോട്ട് ഓഫ് മെറ്റീരിയൽ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം ചെയ്തു. പിന്നെ LMRP വന്നുകൊണ്ടിരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഇത്തിരി ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പോ അത്രയും ഇത് ചെയ്തു പോയിട്ട് നീറ്റിന് അത്രയും അതായത് നീറ്റിന്റെ ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റി. അതിന്റെ മുകളിൽ ലെവലിൽ ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടതുകൊണ്ട് അല്ലെ? ഇപ്പൊ നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാമുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ഒരുപാട് സിനിമകളും സീരീസിലൊക്കെ നമ്മൾ കാണുന്ന ഒരു ഡയലോഗ് ഉണ്ട്. അതായത് ഡിസ്ട്രാക്ഷൻ ആണ് ഇതിൽ ഏറ്റവും വലിയ എനിമി എന്നും കോൺസെൻട്രേഷൻ ആണ് ഏറ്റവും വലിയ വെപ്പൺ എന്നും പറയാറുണ്ട്. അപ്പൊ ഏതെങ്കിലും ഒരു പോയിന്റ് ഓഫ് ടൈമില് ഹരിശങ്കർ ഡിസ്ട്രാക്ട് ആയിട്ടുണ്ടോ? ഇത് എന്റെ ഇറ്റ്സ് നോട്ട് മൈ കപ്പ് ഓഫ് കോഫി അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നോ? ആ സമയത്ത് എങ്ങനെ അതിനെ റിക്കവർ ചെയ്ത് വന്നത് തിരിച്ച്? എന്റെ കാര്യം എങ്ങനെയാന്ന് വെച്ചാൽ ഞാൻ കുറച്ച് നാള് ഭയങ്കര ഫോക്കസ്ഡ് ആയിട്ട് ഇരുന്ന് പഠിച്ചു കഴിഞ്ഞിട്ട് ഒരു ഇപ്പോ ജസ്റ്റ് ഒരു എക്സാം പാടായിട്ട് വന്നെന്ന് വെച്ചോ, അന്നേരം മാർക്ക് കുറയും. സോ അന്നേരം ഭയങ്കര ഡിമോട്ടിവേറ്റഡ് ആയിപ്പോ പിന്നെ പഠിക്കാൻ തോന്നത്തില്ല. അന്നേരം എന്റെ മെന്റർ വിപിൻ സാറിന്റെ പേര്, പുള്ളി എന്ന് പറഞ്ഞ ഭയങ്കര കമ്പനിയാണ്. എന്താ പറയാ, നമ്മുടെ ഒരു വൈബൊക്കെയാണ്. നല്ല രീതിയിൽ മെന്റൽ സപ്പോർട്ട്. ഇപ്പൊ എക്സാമിന് മാർക്ക് കുറഞ്ഞു പോവാണെങ്കിൽ വന്ന് എന്താണ് എന്തുകൊണ്ടാണ് കുറഞ്ഞു പോയെന്ന് ചോദിക്കും. പിന്നെ നമുക്ക് നെക്സ്റ്റ് ഇംപ്രൂവ് ചെയ്യണമെന്ന് പറഞ്ഞ് നമുക്കൊരു മെന്റൽ സപ്പോർട്ട്. സോ നമ്മുടെ പരിപാടി ഇപ്പോ അതിന്റെ ഏറ്റവും ധന്യമായ മുഹൂർത്തത്തിൽ നിൽക്കുകയാണ്. സോ ഒരുപാട് കുട്ടികൾ അതിലേക്ക് വരുന്നു. അപ്പൊ ഈ ഇപ്രാവശ്യം നീറ്റ് ആഗ്രഹിച്ച് അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന നമ്മുടെ പുതിയ കുട്ടികളോട്, ഫ്യൂച്ചർ ഡോക്ടേഴ്സിനോട് എന്താ ഹരിശങ്കർ പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പോ കോമ്പറ്റീഷൻ ഒക്കെ നന്നായിട്ട് ഹൈ ആയി വരുവാണ്. സോ നിങ്ങള് മാക്സിമം എഫോർട്ട് ഇടണം. നിങ്ങളിപ്പോ ഉഴപ്പിക്കഴിഞ്ഞാൽ നിങ്ങളെക്കാളും കൂടുതൽ പഠിക്കുന്ന വേറൊരു സ്റ്റുഡന്റ് ഉണ്ടായിരിക്കും. സോ അവരെക്കാളും മുമ്പിൽ കയറാൻ വേണ്ടി നമ്മൾ കോമ്പറ്റീറ്റീവ് എക്സാം ആണ്, റാങ്ക് ആണ് നമ്മളെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. അപ്പോ നിങ്ങൾ മാക്സിമം പ്രിപ്പയർ ചെയ്യുക.
കുറച്ച് മാർക്ക് കുറഞ്ഞു എന്ന് വെച്ച് ഒരു എക്സാമിന് കുറഞ്ഞു എന്ന് വെച്ച് നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട. നീറ്റ് എക്സാമിന് നല്ല മാർക്കാക്കി എടുത്താൽ മതി. ഇപ്പൊ എനിക്ക് തന്നെ 600 ബിലോ മാർക്ക് പോയിട്ടുണ്ട്. അന്നേരം ശരിക്കും ഡീമോട്ടിവേറ്റഡ് ആയിരുന്നു. ഫസ്റ്റ് റാങ്ക് ലിസ്റ്റ് വന്നപ്പോ ഹരിശങ്കറിന് 700+ ആയിരുന്നു ക്വസ്റ്റ്യൻ കറക്ഷന് മുന്നേ. അപ്പൊ 600 താഴെ മാർക്ക് പോയ സ്ഥലത്ത് നിന്ന് ഏറ്റവും വലിയ സ്കോറിലാണ് ഹരിശങ്കറിന് എത്തി നിൽക്കുന്നത്. അവന്റെ ഏറ്റവും ഡ്രീം ആയിട്ടുള്ള, അവൻ ചെറുപ്പം മുതൽ സ്വപ്നം കണ്ട അവന്റെ ക്യാമ്പസിൽ നിന്നാണ് അവൻ ഇന്ന് ഈ അവാർഡ് വേദിയിലേക്ക് എത്തിയത്. എനിവേ, എന്തായാലും നമ്മുടെ സൊസൈറ്റിക്ക് ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ഒരു നല്ല ഡോക്ടറായിട്ട് മാറാൻ ഹരിശങ്കറിന് പറ്റട്ടെന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.